നമ്മൾ മനസ്സിലാക്കണം, ആ തരത്തിൽ അത്യുന്നതമായ ഒരു മഹാസ്ഥാപനമാണ് ആ സ്ഥാപനം. ആ സ്ഥാപനം പൂർണ്ണമായും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സ്ഥാപനമാണ്. അതിന്റെ ഭരണഘടന കൃത്യമായി പരിശോധിച്ചാൽ വളരെ വ്യക്തമാണ് ഇതിന്റെ കാര്യങ്ങൾ. അതിന്റെ കമ്മിറ്റിയെ തയ്യാറാക്കി സമസ്ത സമർപ്പിച്ചത് ഈ സൊസൈറ്റി ആക്ട് രജിസ്ട്രേഷൻ പ്രകാരം രജിസ്ട്രിയും കൂടെ സമർപ്പിച്ച സമസ്തയാണെന്ന് മാത്രമല്ല, ആ ക്രാന്തദർശികളായ പണ്ഡിത സാധാത്തുക്കൾ അന്ന് എഴുതി വെച്ച ആ ഭരണഘടനയിലെ ഓരോ ക്ലോസുകൾ നമ്മൾ ചിന്തനീയമാണ്. നമുക്ക് അവർ കൃത്യമായി എഴുതി വച്ചു, ഈ ഭരണഘടന അനുസരിച്ച് ഒരു കാരണവശാലും സമസ്ത അംഗീകരിക്കാത്ത, സമസ്ത മുഷാവറ അംഗീകരിക്കാത്ത ഒരു ജനറൽ ബോഡി മെമ്പർ പോലും, കമ്മിറ്റി അവിടെ നിൽക്കട്ടെ, ഒരു ജനറൽ ബോഡി മെമ്പർ പോലും ഈ വേദിയിലേക്ക് കടന്നു വരാൻ പാടില്ലെന്ന കണിശമായ ദീർഘദൃഷ്ടിയോടുകൂടി ബുദ്ധിയോടുകൂടി അവർ എഴുതി വച്ചു. അതിന്റെ ഭരണഘടന 4 വകുപ്പ് ജനറൽ ബോഡി സി വകുപ്പിൽ എഴുതി വച്ചിരിക്കുന്നു. ഞാൻ ആ വകുപ്പ് നിങ്ങൾ വായിച്ചു കേൾപ്പിക്കാം. സമസ്ത ശരിയാം വണ്ണം ശുപാർശ ചെയ്യുന്ന മെമ്പർമാരെ മാത്രമേ ജനറൽ ബോഡിയിൽ ചേർക്കാൻ പ്രവർത്തക സമിതിക്ക് അധികാരമുള്ളൂ. ആധികാരികമായി എഴുതി വച്ചിരിക്കുന്നു. സമസ്ത മുഷാവറ ശരിയാം വണ്ണം അന്നത്തെ ഭാഷയാണ്. പൂർണ്ണമായ രീതിയിൽ അംഗീകരിച്ച് സമർപ്പിച്ച മെമ്പർ മാത്രമേ ജനറൽ ബോഡിയിൽ ഉൾപ്പെടുത്താൻ പറ്റൂ. എന്നിട്ട് കമ്മിറ്റി ആയിരുന്നല്ലേ കമ്മിറ്റി വരാം. എന്നിട്ട് നമ്മൾ വിചാരിക്കും ആ ഭരണഘടന ക്ലോസ് ഭേദഗതി ചെയ്താൽ പോലെ അമെൻമെന്റ് ചെയ്യാൻ പറ്റുമല്ലോ ജനറൽ ബോഡി കൂടിയാൽ. പക്ഷെ അത് ബാഫക്കത്തങ്ങളാണത്, അത് ശംസുലമയാണത്. അവരെഴുതി വച്ചു 3B 15 നിയമങ്ങളും ഭേദഗതികളും. ഭേദഗതി ചെയ്യാനുള്ള വകുപ്പുകൾ പറഞ്ഞിട്ട് പറഞ്ഞു 3B 4C 13A B എന്നീ വകുപ്പുകളിൽ പറഞ്ഞ 3 കാര്യങ്ങളുണ്ട്. സമസ്തയുടെ 11 മുഷാവറ അംഗങ്ങൾ പ്രവർത്തക സമിതിയിൽ ഉണ്ടായിരിക്കേണ്ടതാണെന്നും ഒന്നതാണ് ഒരു ക്ലോസ്. ജനറൽ ബോഡിയിലേക്ക് സമസ്ത ശുപാർശ ചെയ്തവരെ മാത്രമേ എടുക്കാൻ പാടുള്ളൂ എന്നും ഒരു ക്ലോസ് അതാണ്. സംഘത്തിന്റെ ഉത്തരവാദിത്തങ്ങളെ സംബന്ധിച്ചുള്ള വ്യവസ്ഥകളിൽ യാതൊരു മാറ്റവും വരുത്താൻ പാടില്ലാത്തതാവുന്നു എന്നും ഈ 3 ക്ലോസുകൾ ഒരു കാരണവശാലും ഭേദഗതി ചെയ്യാൻ പാടില്ലാത്തതാണ് എന്ന് ആധികാരികമായി അവർ എഴുതി വച്ചിട്ടുണ്ട്. ഇത് നിലവിലുള്ള പട്ടിക്കാട് ജാമിഅ നൂരിയ അറബിക് കോളേജ് ഇന്നും അംഗീകരിക്കേണ്ട ഭരണഘടനയാണ്. ഈ ഭരണഘടന അനുസരിച്ച് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ അറബിക് കോളേജ് കമ്മിറ്റി എന്നാണ് ആ ഭരണഘടനയിൽ അതിന്റെ പേര് എഴുതി വെച്ചിരിക്കുന്നത്. അതിന്റെ മെയിൻ ഓഫീസ് സമസ്തയുടെ ഓഫീസാണ്. അതിൽ ജനറൽ ബോഡി മെമ്പറായി ചേർക്കേണ്ടത് സമസ്തയാണ്. ഇത്ര കൃത്യമായി കാര്യങ്ങൾ രേഖാപരമായി മഹാന്മാർ എഴുതി വെച്ച് അംഗീകരിച്ച് ഇന്ത്യ ഗവൺമെന്റിന്റെ സൊസൈറ്റി ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്ത ഈ ഭരണഘടന നിൽക്കുമ്പോൾ, ആ ഭരണഘടനയും ഈ തരത്തിലുള്ള മഹാത്മാക്കളുടെ നേതൃത്വത്തിലുള്ള സ്ഥാപനവുമായി മുന്നോട്ട് പോകുമ്പോൾ, ആ സ്ഥാപനത്തിലെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ പ്രതിനിധി, സമസ്തയുടെ ആദരണീയ ഗുരുവര്യൻ, മുഷാവറ മെമ്പർ, സീനിയറായ മഹാപണ്ഡിതൻ മഹാനായ അസ്ഗർ അലി ഫൈസി ഉസ്താദ് അവർകൾ മാത്രമല്ല, അദ്ദേഹത്തിന്റെ പ്രത്യേകത നിങ്ങൾക്ക് അറിയുമോ? ഈ പട്ടിക്കാട് ജാമിഅ നൂരിയ അറബിക് കോളേജിന് വേണ്ടി 250 ഏക്കർ ഭൂമി സമസ്ത ഏൽപ്പിച്ച വഖഫ് ചെയ്ത മഹാനായ കറാച്ചി ബാപ്പു ഹാജി സാഹിബ് നവറല്ലാഹു മർഖദ, അല്ലാഹു ദർജ ഉയർത്തി കൊടുക്കുമാറാകട്ടെ. ആ മഹാത്മാവിൻ ആരാണ്? ഈ അസ്ഗർ അലി ഫൈസിന്റെ അടുത്ത രക്തബന്ധം. അസ്ഗർ അലി ഫൈസ് ഉസ്താദിന്റെ പിതാവിന്റെ അനുജൻ എന്ന് വെച്ചാൽ എളാപ്പ, ആപ്പ എന്നൊക്കെ പറയാം. അദ്ദേഹമാണ് ഇതൊക്കെ സംഭാവന ചെയ്തത്. അദ്ദേഹത്തെ പിടിച്ച് പുറത്തിടുന്നു. എന്താണ് ഇതിനർത്ഥം? ഗൃഹനാഥനെ വീട്ടിൽ നിന്ന് പിടിച്ച് പുറത്താക്കുകയോ? ആരാണ് ഇവർക്ക് അധികാരം നൽകിയത്? ഒരു വീട്ടിന്റെ നാഥനെ പിടിച്ച് പുറത്തിടാൻ ഏത് നിലയിലാണ് അർഹത, ഏത് നിലയിലാണ് അവകാശം? ഭരണഘടനാപരമായി നിലനിൽക്കാത്ത, സത്യത്തോടും നീതിയോടും ധർമ്മത്തോടും അല്പം പോലും നീതി പുലർത്താത്ത ഇത്തരത്തിലുള്ള നടപടികളിൽ ഞങ്ങൾക്ക് പ്രയാസമുണ്ട്, സങ്കടമുണ്ട്, വേദനയുണ്ട്, പ്രതിഷേധമുണ്ട്. ആ പ്രതിഷേധം പ്രകടിപ്പിക്കാൻ അച്ചടക്കമുള്ള സംഘടനകളായതുകൊണ്ട് ഞങ്ങൾ നേതൃത്വം പറഞ്ഞു, ഇതിന് ഉടനെ തീരുമാനമെടുക്കാൻ പ്രശ്നങ്ങൾക്ക് ഞങ്ങൾ കാത്തിരിക്കുകയാണ്. പക്ഷേ അസ്ഗർ അലി ഫൈസ് ഉസ്താദിന്റെ ശിഷ്യന്മാരുടെ വിദ്യാർത്ഥി സംഘടന ഇങ്ങനെ പ്രതിഷേധവുമായി രംഗത്ത് വന്നപ്പോൾ ഞങ്ങളതിൽ പങ്കെടുക്കുന്നു. ഞങ്ങളെ മനസ്സ് നൊമ്പരം കൊണ്ട്, വേദന കൊണ്ട്, വെമ്പൽ പൂണ്ടുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇത്തരം പ്രതിഷേധ പരിപാടികളിൽ തീർച്ചയായും സമസ്തയുടെ എല്ലാ ഘടകങ്ങളും സർവാത്മന പങ്കെടുക്കുകയും വിജയിപ്പിക്കുകയും ചെയ്യുമെന്ന കാര്യത്തിൽ
യാതൊരു തർക്കവുമില്ല, സന്ദേഹവുമില്ല, സംശയവുമില്ല. ഇതൊരു താൽക്കാലികമായ പ്രതിഷേധമാണെന്ന് വിചാരിക്കേണ്ടതില്ല. ഇതിന്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകും. തൊട്ടുപ്പുറത്ത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ കേന്ദ്ര മുശാവറയുണ്ട്. ഈ തീരുമാനമെടുത്ത ശേഷം സമസ്ത മുശാവറ ചേർന്നിട്ടില്ല. ഞങ്ങൾ വെയിറ്റ് ചെയ്യുകയാണ്. ഇൻഷാ അല്ലാഹ് കാത്തിരുന്ന് കാണാം. ഈ കൃത്യമായ ഭരണഘടനയും ഈ സമസ്തയുടെ സംവിധാനങ്ങളും ഇതിന്റെ ഈ തീരുമാനങ്ങളും ഒക്കെ നിലനിൽക്കെ മാത്രമല്ല, ചില കാര്യങ്ങൾ ഞങ്ങൾ നോക്കിക്കാണുന്നുണ്ട്. ഇതൊന്നും ഒറ്റപ്പെട്ട സംഭവങ്ങളല്ല. ഇവിടെ വന്യരായ തങ്ങൾ തന്റെ ഉദ്ഘാടന ഭാഷത്തിൽ സൂചിപ്പിച്ചതുപോലെ കേരളത്തിലെ മഹാഭൂരിപക്ഷം മുസ്ലിംകൾ അണിനിരന്ന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ശിഥിലമാക്കാനും ദുർബലപ്പെടുത്താനും നശിപ്പിക്കാനും ചില ഗൂഢനീക്കങ്ങൾ നമ്മുടെ പ്രതിയോഗികൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. വഹാബികൾ അതിൽ പങ്കുചേരുന്നുണ്ട്, മൗദൂദികൾ കൂട്ടുചേരുന്നുണ്ട്, തീവ്രവാദ സംഘടനകൾ ഒപ്പം ചേർന്നിട്ടുണ്ട്, മറ്റു പല ബിദഈ പ്രസ്ഥാനങ്ങളും ഒരുമിച്ച് നിന്നിട്ടുണ്ട്. ഇതൊക്കെ ഞങ്ങൾക്കറിയാം, ഞങ്ങൾ നോക്കിക്കാണുന്നുണ്ട്. അവരൊക്കെ ഒരുമിച്ച് നിന്നുകൊണ്ട് തന്ത്രപരമായി നിഗൂഢമായ നീക്കങ്ങളിലൂടെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ദുർബലപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. നമ്മുടെ സംവിധാനത്തെ തകർക്കണമെന്ന് ഉദ്ദേശിച്ചാൽ ബൗദ്ധികമായി എന്ത് ചെയ്യാൻ സാധിക്കും? അതിന്റെ നേതൃത്വത്തെ അവമതിച്ച് കാണിക്കുക. ഇപ്പൊ നമ്മൾ ചെസ് എന്ന് പറഞ്ഞ കളിയുണ്ട്, ചില ആളുകൾ കളിക്കാറുണ്ട്. ചെസ്സിൽ രാജാവുണ്ട്, മന്ത്രിയുണ്ട്, ആനയുണ്ട്, കുതിരയുണ്ട്, കാലാൾപ്പടയുണ്ട്, ഒക്കെ ഉണ്ട്. രണ്ട് ആളുകൾ കളിക്കുമ്പോൾ രണ്ട് ഭാഗത്തെ ലക്ഷ്യം എന്താണ്? ആ രാജാവിനെ വെട്ടുവീഴ്ത്താൻ ആവശ്യമായ കുരുക്കുകൾ ഉണ്ടാക്കുക. ഒരു യുദ്ധം നടക്കുമ്പോൾ ഇത് തന്നെയാണ് മറുഭാഗത്തെ നേതൃസ്ഥാനത്തിരിക്കുന്ന ആളുകൾ ദുർബലപ്പെടുത്താൻ ശ്രമിക്കും. യഥാർത്ഥത്തിൽ അതല്ലേ ഇവിടെ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾ മനസ്സാക്ഷിയോട് ചോദിച്ചു നോക്ക്. ഇതെല്ലാം ബുദ്ധിയുള്ള ആളുകൾ നോക്കിക്കാണുന്നുണ്ട്. സമസ്ത കേരള ജംഇയ്യത്ത് സമുന്നതനായ അധ്യക്ഷൻ, അതുപോലുള്ള മഹാത്മാക്കളായ നേതാക്കന്മാരെ സമൂഹമധ്യേ അവമതിച്ച് കാണിക്കാൻ വേണ്ടി പരസ്യമായി മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നുകൊണ്ട് ചില ആളുകൾ നികൃഷ്ടമായ ശൈലിയിൽ അവമതിച്ചുകൊണ്ട് നിരന്തരം, ഒരു വട്ടം നമുക്ക് അബദ്ധം സംഭവിക്കാം, ഏതൊരു മനുഷ്യനും അബദ്ധം സംഭവിക്കാം. ഇതൊരു വട്ടമല്ല, 2 വട്ടമല്ല, 4 വട്ടമല്ല, 10 വട്ടമല്ല, നിരന്തരമായി സമസ്തയുടെ അനിഷേധ്യനായ അധ്യക്ഷനെ ചാനകൾക്ക് മുമ്പിലിട്ട് ചവച്ച് മതിച്ചുകൊണ്ടിരിക്കുന്നത് എന്തർത്ഥത്തിലാണ്? അതും ഒരു സുന്നത്ത് ജമാഅത്തിന്റെ നേതാവാണെങ്കിൽ കുഴപ്പമില്ല, നമ്മുടെ പ്രതിയോഗികളുടെ തലവൻ. ഇത് ഗൗരവമുള്ള വിഷയമല്ലേ? വഹാബി പ്രസ്ഥാനത്തിനെ എതിർക്കാനല്ലേ സമസ്ത രൂപീകരിച്ചത്? ആ വഹാബി പ്രസ്ഥാനത്തിന് നേതൃത്വത്തിലുള്ള ആളുകൾ തന്നെ മറ്റ് ചില സംവിധാനങ്ങൾ ദുരുപയോഗം ചെയ്തുകൊണ്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. നേതൃത്വത്തെ ദുർബലപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. അതിന്റെ ഭാഗമല്ലേ ഈ പട്ടിക്കാട് ജാമിഅ നൂരിയ അറബിക് കോളേജിൽ നടന്നുകൊണ്ടിരിക്കുന്നത്? പരസ്യമായി സോഷ്യൽ മീഡിയയിലൂടെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ സമുന്നതനായ അധ്യക്ഷനെ ഒളിഞ്ഞും തെളിഞ്ഞും ആക്രമിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ദിവസമല്ല, ഒരു മാസമല്ല, ഒരു വർഷമല്ല, നിരന്തരമായി കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ആക്രമിച്ചു കൊണ്ടിരിക്കുന്ന ഉസ്താദുമാർക്ക് അവിടെ എല്ലാവിധ സംരക്ഷണവും ലഭിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു അസ്ഗറി ഫൈസി ഉസ്താദിന്റെ പുറത്താക്കൽ മാത്രമല്ല അവിടെ നടന്നിരിക്കുന്നത്. സമസ്തക്ക് കരുത്ത് പകരേണ്ട, സമസ്തക്ക് താങ്ങും തണലുമാകേണ്ട, ഈ ആദർശത്തിന് കവചമൊരുക്കേണ്ട പട്ടിക്കാട് ജാമിഅയിൽ നിന്ന് പുറത്തിറങ്ങുന്ന ഫൈലുമാരെ, ഞങ്ങളെപ്പോലുള്ള ഫൈലുമാരെ ഇന്നെന്താണ് ചെയ്യുന്നത്? ബ്രെയിൻ വാഷ് ചെയ്തുകൊണ്ട് ക്ലാസ്സിൽ വെച്ച് പരസ്യമായി അവിടെയുള്ള ചില ഉസ്താദുമാർ പറയാതിരിക്കാൻ നിർവാഹമില്ല, ഞങ്ങൾ ക്ഷമാപൂർവ്വം നോക്കി നിൽക്കുകയായിരുന്നു, ഞങ്ങളുടെ നേതാക്കന്മാർ തീരുമാനമെടുക്കും, സംഘടന തീരുമാനമെടുക്കും, അച്ചടക്കരാഹിത്യം കാണിക്കാൻ പാടില്ല എന്ന്. പക്ഷേ പച്ചയായി പരസ്യമായി ക്ലാസ്സിൽ വെച്ചുകൊണ്ട് ഈ കുട്ടികൾക്ക് മുന്നിൽ സമസ്തയെ അവമതിച്ചുകൊണ്ട്, സുന്നത്ത് ജമാഅത്തിന്റെ നേതാക്കന്മാരെ അവമതിച്ചുകൊണ്ട്, സമസ്തയുടെ കീഴ്ഘടകങ്ങളെ കുറ്റപ്പെടുത്തിക്കൊണ്ട്, കീഴ്ഘടകങ്ങളെ സാരഥികളെ കുറ്റപ്പെടുത്തിക്കൊണ്ട് പറയുന്ന ഭാഷ കേൾക്കണോ നിങ്ങൾക്ക്? നായ, പട്ടി, പന്നി എന്ന പദങ്ങളാണ് ഉപയോഗിക്കുന്നത്. നമുക്ക് ജീവിതത്തിൽ പക്ഷെ ആദ്യമായി പറയുകയാണ് നമ്മുടെ നാവ് കൊണ്ടത്. അത്തരത്തിലുള്ള മൃഗീയമായ തരം താഴ്ന്ന ഭാഷ ഉപയോഗിച്ചുകൊണ്ട് സമസ്തയുടെ സമുന്നതമായ സ്ഥാനത്തിരിക്കുന്ന ആളുകളെയും നേതാക്കളെയും അധിക്ഷേപിച്ച് കുട്ടികൾക്കിടയിൽ വിലകെടുത്തുന്ന, നിന്ദിക്കുന്ന, പുച്ഛിക്കുന്ന, അവരെ അവമതിച്ച് കാണിക്കുന്ന ചില ഉസ്താദുമാർക്കും അവിടെ സംരക്ഷണം ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊന്നും ഞങ്ങൾ കാണാതെ പോകുന്നതല്ല, വളരെ ഗൗരവതരമായ വിഷയം കാണുന്നു. മാത്രമല്ല, സമസ്ത രൂപീകരിച്ചത് സുന്നത്ത് ജമാഅത്തിനെ സംരക്ഷിക്കാനും ബിദ്അഈ പ്രസ്ഥാനങ്ങളെ തകർക്കാനുമാണ്. ഒരു സംശയവും വേണ്ട. തകർക്കുക എന്ന് പറഞ്ഞാൽ ഭരണഘടനയിൽ വെച്ച് നിയമാനുസരണം തടയുക. നിയമത്തിന്റെ പരിധി വിട്ട് സമസ്ത പോകാറില്ല, സമസ്തയുടെ മക്കൾ പോകാറില്ല. ആ നിലയിൽ സ്ഥാപിക്കപ്പെട്ട സ്ഥാപനത്തിൽ വഹാബി പ്രസ്ഥാനത്തിന്റെ ചായ്വുള്ള ആളുകളെ അധ്യാപകരായി നിയമിക്കുക. എവിടേക്കാണ് ഇതിന്റെ പോക്ക്? ഒരു കാര്യം പറയട്ടെ, നിങ്ങൾ ആരെന്തൊക്കെ പറഞ്ഞാലും ശരി, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ
ആദർശ സംരക്ഷണത്തിന് വേണ്ടി 10,000-ഓളം ഫൈസിമാരെ പുറത്തിറക്കിയ ഈ ഉന്നതമായ മഹാത്മാക്കൾ സ്ഥാപിച്ച ബറക്കത്തുള്ള പിൽക്കാലത്ത് പാണക്കാട് പൂക്കോത്തങ്ങൾ ഉൾപ്പെടെയുള്ള മഹാരഥന്മാർ നേതൃത്വം നൽകിയ ഈ മഹത്തായ സ്ഥാപനം ആരെന്ത് പറഞ്ഞാലും ശരി, അതിൻ്റെ സുരക്ഷിതമായ മാർഗത്തിലേക്ക് സുന്നത്ത് ജമാഅത്തിന്റെ മക്കൾ തിരിച്ചു കൊണ്ടുവരാൻ ആവശ്യമായത് ചെയ്യുക തന്നെ ചെയ്യുമെന്ന് സാന്ദർഭികമായി ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. നമുക്ക് ആ കാര്യം മാറ്റിവെക്കാൻ കഴിയില്ല, അവഗണിക്കാൻ കഴിയാത്ത പ്രശ്നമാണ്, വളരെ സീരിയസ് ആയ വിഷയമാണ്, വിട്ടുവീഴ്ച ചെയ്യാൻ കഴിയാത്ത വിഷയമാണ്. ഇവിടെ ആദർശ കാര്യത്തിൽ നമ്മൾ വിട്ടുവീഴ്ച കാണിക്കുന്നില്ല എന്നാണ് പ്രശ്നം. സമസ്ത എന്തിനാണ് രൂപീകരിച്ചത്? അന്ന് 100 വർഷങ്ങൾക്ക് മുമ്പ് വഹാബി പ്രസ്ഥാനം അവിടെ ആശയപ്രചരണവുമായി രംഗത്ത് വന്നപ്പോൾ അന്ന് കലുഷിതമായ അന്തരീക്ഷമാണ് ഈ പ്രദേശങ്ങളിലൊക്കെ. മലബാർ കലാപത്തിനിരയായ പാവപ്പെട്ട 100-കണക്കിന് 1000-കണക്കിന് 10,000-കണക്കിന് മുസ്ലിം രക്ഷിതാക്കൾ മരിച്ചു വീഴുന്നു, ജയിലിലേക്ക് പോയിരിക്കുന്നു. വിധവകളായ സ്ത്രീകളും പാവപ്പെട്ട കുഞ്ഞുങ്ങളും കഷ്ടപ്പെട്ട് ജീവിക്കുന്ന കാലഘട്ടത്തിൽ അവർക്ക് വീടുണ്ടാക്കാൻ വേണ്ടി അല്ലെങ്കിൽ പുനരുദ്ധരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നതിന് പകരം ശുദ്ധകാലാടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർ ചെയ്തത് ബിദഅത്തിന്റെ പ്രസ്ഥാനം വന്നപ്പോൾ അവരെ പ്രതിരോധിക്കാനാണ്. കാരണം ദീൻ സംരക്ഷിക്കുന്ന അതാണ് മാർഗം. സുന്നത്ത് ജമാഅത്ത് നിലനിൽക്കണം. ഏത് കാലഘട്ടത്തിലും ഈ ദീനെ സംരക്ഷിക്കുന്ന ഒരു സമൂഹം ഉണ്ടാകും. അല്ലാഹുവിന്റെ ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, തലാ തസാലു ത്വായിഫത്തും മിൻ ഉമ്മത്തി ലാഹിരിനൽ ഹഖ്. എൻ്റെ ഉമ്മത്തിലെ ഒരു വിഭാഗം ആളുകൾ ആരൊക്കെ അഴകുഴമ്പൻ സമീപനം സ്വീകരിച്ചാലും, ആരൊക്കെ വഹാബി പ്രസ്ഥാനത്തിലേക്ക് പോയാലും, ആരൊക്കെ ജമാഅത്ത് ഇസ്ലാമിലേക്ക് പോയാലും, ആരൊക്കെ തീവ്രവാദ ചിന്തകളിലേക്ക് പോയാലും, ആരൊക്കെ തെറ്റായ തരീഖത്തുകളിലേക്ക് പോയാലും, എൻ്റെ ഉമ്മത്തിലെ ഒരു വിഭാഗം ലാ തസാലു ത്വായിഫത്തും മിൻ ഉമ്മത്തി, എൻ്റെ ഉമ്മത്തിലെ ഒരു വിഭാഗം സത്യത്തിൽ നിലകൊണ്ടേയിരിക്കും. ലാഹിരിന ഹഖ്, അവർക്ക് വിജയിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനും കഴിയും. ലാ യദുർറുഹും മൻ ഖാലഫും, ആരെതിർത്താലും ശരി അവർക്ക് പരിക്കുമേൽപ്പിക്കാൻ അത്തരം ആളുകൾക്ക് സാധിക്കില്ല എന്ന് അഷ്റഫുൽ ഹൽഖ് നബി മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ വാക്ക് കേട്ടുകൊണ്ടാണ് സമസ്തയുടെ പണ്ഡിതന്മാരെന്ന് ഈ സംഘത്തിന് രൂപകൽപ്പന നൽകിയത്. അതിന്റെ പ്രവർത്തകരാണ് നമ്മൾ. കൃത്യമായി പറഞ്ഞാൽ നമ്മുടെ സംഘടനാ നേതാക്കളിൽ വളരെ പ്രമുഖനായിരുന്നു ഉസ്താദുൽ അസാത്തിദ് റഈസുൽ മുഹഖഖീൻ കണ്ണിയത്ത് അഹ്മദ് മുസ്ലിയാർ, ദുആക്ക് ഇജാബത്തുൽ മഹാൻ. അദ്ദേഹമാണ് ഞങ്ങൾക്ക് SKS രൂപീകരിക്കാൻ വേണ്ടി ദുആ ചെയ്തു തന്നത്. ഷംസുലമയാണ് ഞങ്ങൾ നേതൃത്വം കൊടുത്തത്. പാണക്കാട് സയ്യിദ് ഹൈദരി ശിഹാബ് തങ്ങൾ ഞങ്ങൾ ജീവന തുല്യം സ്നേഹിച്ചു. ഞങ്ങൾക്ക് വേണ്ടി അപ്പോൾ ആവശ്യമായ ഉപദേശ നിർദ്ദേശവും ദുആയും നൽകി. ആ പൂർവികരൊക്കെ കാണിച്ചുന്ന ഈ പാതയിൽ ഈ സുന്നത്ത് ജമാഅത്തിനെ സംരക്ഷിക്കാൻ വേണ്ടി നമ്മൾ ഉറച്ചു നിന്നുകൊണ്ട് മുന്നോട്ട് പോകും. ഈ കൂടിയ വലിയ ജനാവലി സ്വന്തം പോക്കറ്റിൽ നിന്ന് കാശ് എടുത്താണ് വന്നിട്ടുള്ളത്. രാത്രി ഭക്ഷണം കഴിക്കാൻ കാശ് വേണം, വരുന്ന വഴിക്ക് ഉച്ചക്ക് ഭക്ഷണം കഴിക്കാൻ കാശ് വേണം, ഈ പോകുന്ന യാത്ര ചെലവെടുക്കണം. ജോലി മാറ്റിവെച്ചിട്ട് കഷ്ടപ്പെട്ട് വന്നത് ഒരു താല്പര്യവുമില്ല. ഇവിടെ രാഷ്ട്രീയമായ താല്പര്യങ്ങളില്ല, ഭൗതികമായ താല്പര്യങ്ങളില്ല, വ്യക്തി താല്പര്യങ്ങളില്ല. ഒരേ ഒരു താല്പര്യമുണ്ട്. ആ 99 വർഷക്കാലം സമസ്തയുടെ പൂർവികരായ പണ്ഡിതന്മാർ കളങ്കമേൽക്കാതെ ഉറപ്പിച്ചു നിർത്തിയ ഈ പരിശുദ്ധമായ ആദർശത്തിന് ഒരു കൂട്ടം നമ്മുടെ പ്രതിയോഗികൾ ഒന്നിച്ചു ചേർന്നുകൊണ്ട് ദുർബലപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ ആ ദുർബലപ്പെടുത്താനുള്ള ശ്രമം നമ്മൾ അനുവദിക്കില്ല എന്നൊരു ഉറച്ച നിലപാട്, ആ നിലപാട് മാത്രമാണ് നമുക്കുള്ളത്. ഒരു ഭാഗത്ത് നമ്മുടെ നേതൃത്വത്തെ വെട്ടിമാറ്റാൻ ദുർബലപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ രണ്ടാമത്തെ ഒരു ഭാഗത്ത് നമുക്ക് പ്രൊട്ടക്ഷൻ നൽകുന്നത്, വിദായികളെ എതിർത്ത് തോൽപ്പിക്കുന്നത് ആരാണ്? ഈ സ്ഥാപനങ്ങളിൽ പഠിച്ച് പുറത്തിറങ്ങുന്ന ചുറുചുറുക്കുള്ള വിദ്യാർത്ഥി യുവജന പണ്ഡിതന്മാർ അല്ലെ? ഈ കാലം അത്രയും ഒരു നാട്ടിൽ മുജാഹിദൊന്നും വേണ്ടാത്ത പ്രസംഗം നടത്തിയാൽ കുറച്ചൊക്കെ നമ്മൾ ശ്രമിക്കും, വില മതിക്കൂല. ആൾക്കാർക്കിടയിൽ ആശയമൊക്കെ പണ്ട് നിൽക്കുന്നത് കണ്ടാൽ ഉടനെ കൊടുക്കും മറുപടി, ചിലപ്പോൾ പള്ളിയിൽ അല്ലെങ്കിൽ പുറത്ത് മറുപടി കൊടുക്കും. അതോടെ അവർ ഒതുങ്ങും. അതാണ് കേരളത്തിൽ നിലപാട്. കാരണം അതുമാത്രം പണ്ഡിതന്മാരെ ഈ സ്ഥാപനങ്ങൾ വാർത്തെടുക്കുന്നത്. എന്നാൽ ഈ സ്ഥാപനങ്ങൾ ഒരു ഭാഗത്ത് നേതൃത്വത്തെ ദുർബലപ്പെടുത്താൻ ശ്രമിക്കുന്നതോടൊപ്പം മറുഭാഗത്ത് ഈ സ്ഥാപനങ്ങളെ ഒന്നൊന്നായി പിടിച്ചടക്കാനും ആ സ്ഥാപനങ്ങളിലെ അധ്യാപകരെ പരിഷ്കരിച്ച് അവിടെ ബിദഈ ചായ്വുള്ള അധ്യാപകരെ കൊണ്ടുപോയി അവരോധിക്കാനും, എന്നിട്ട് സുന്നത്ത് ജമാഅത്തിന് പ്രതിബദ്ധതയില്ലാത്ത എല്ലാ പാർട്ടിയിലേക്കും പോകുന്ന, എല്ലാവരുടെ പരിപാടിയിലേക്കും പോകുന്ന, എല്ലാവരെയും വിളിക്കുന്ന ഒരു സങ്കര സംസ്കാരത്തിന് ഉടമരാക്കി മാറ്റാനുമുള്ള നിഗൂഢമായ നീക്കമാണ് മറുഭാഗത്ത് നടത്തുന്നത്. വളരെ ഗൗരവമാണ്, നമ്മൾ ചിന്തിക്കേണ്ടതാണ്. ഇത് അസ്ഹറി ഫൈസിന്റെ പ്രശ്നം മാത്രമല്ല. വളാഞ്ചേരി മർക്കസ് തർബിയത്തുൽ ഇസ്ലാമിയ സമസ്ത കേരള ജംഇയ്യത്തുൽ മലപ്പുറം ജില്ലാ കമ്മിറ്റി സ്ഥാപിച്ചതാ. എന്നെ പട്ടിക്കാട് ജാമിഅ നൂറിൽ അറബി കോളേജിൽ പഠിപ്പിക്കുകയും എനിക്ക് ചില ഇജാസത്തുകൾ നൽകുകയും എന്നെ ജീവതുല്യം സ്നേഹിക്കുകയും ചെയ്ത വന്യരായ ഉസ്താദ്, സമസ്തയുടെ മുൻ അധ്യക്ഷൻ ഷെയ്ഖുന KK അബൂബക്കർ അസ്സർത്ത് ഉസ്താദ്.
നവ്വർ അല്ലാഹു മർഖദു, അല്ലാഹു ദർജ ഉയർത്തി കൊടുക്കുമാറാകട്ടെ. മഹാനവറുകൾ നേരിട്ട് മുൻകൈയെടുത്ത് കോട്ടുമല ഉസ്താദ്, ഇന്നത്തെ നമ്മുടെ ബാപ്പ് മുസ്ലിയുടെ ആദരണീയനായ അധ്യക്ഷൻ ഷെയ്ഖുന കോട്ടുമല അബൂബക്കർ മുസ്ലിയാണ്ട്, ഞങ്ങൾ വന്യനായ ഗുരുവരൻ, സമസ്തയുടെ ഉപാധ്യക്ഷൻ, പട്ടിക്കാട് ജാമിഅ നൂരിയുടെ പ്രിൻസിപ്പൽ, അവരൊക്കെ മുൻകൈയെടുത്ത് 40-40 ഏക്കർ സ്ഥലം കുറച്ച് വഖഫായിട്ടും ബാക്കി പൈസ പിരിച്ചെടുത്ത് വിലക്ക് വാങ്ങിയും അറബികളുടെ സഹായത്തോടു കൂടി ഓടി നടന്ന് UAE പ്രത്യേകിച്ച് അബുദാബി സുന്നി സ്റ്റുഡൻറ് സെന്റർ നേതൃത്വത്തിൽ വ്യാപകമായി കലക്ഷൻ എടുത്ത് സ്ഥാപിച്ചതാണ് ആ പ്രവിശാലമായ 40 ഏക്കർ ഭൂമിയിൽ കാണുന്ന കേരളത്തിലെ ഏറ്റവും മാതൃകാപരമായ മർക്കസു തർബിയത്തുൽ ഇസ്ലാമി എന്ന ഇസ്ലാമിക വിദ്യാഭ്യാസ കോംപ്ലക്സ്. അവിടെ ഇന്നൊരു വിഭാഗം കയ്യിലൊതുക്കിയിരിക്കുകയാണ്. അവിടെ പറയുന്നത് സമസ്തയുടെ കോഴ്സ് നടത്താൻ അനുവദിക്കില്ല, സമസ്ത ഒഴിവാക്കിയ പറ്റില്ലെന്ന് പറഞ്ഞ കോഴ്സും സമസ്ത പുറത്താക്കിയ ആളുകളെയും വെച്ചുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകുമെന്ന് പറഞ്ഞുകൊണ്ട് ആ സ്ഥാപനത്തെ പിടിച്ചടക്കി കയ്യിലൊതുക്കിയിരിക്കുകയാണ്. തുടർന്ന് വാഫി സംവിധാനം നമ്മുടെ മഹത്തായ സംവിധാനമായിരുന്നു. ആ സംവിധാനത്തെയും കയ്യിലൊതുക്കി ഇപ്പൊ പട്ടിക്കാട് ജാമിഅ നൂർ അറബിക് കോളേജിലേക്ക് എടുത്തിരിക്കുകയാണ്. മറ്റു ചില സ്ഥാപനങ്ങളിലേക്കും ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇത് അപകടകരമായ നീക്കമാണ്. നമ്മൾ വളരെ ജാഗരൂകരാകണം. നമ്മുടെ നേതൃത്വത്തെ ഒരു ഭാഗത്ത് ദുർബലപ്പെടുത്തുന്നു, മറുഭാഗത്ത് നമ്മുടെ സ്ഥാപനങ്ങൾ പിടിച്ചെടുത്ത് അതിലെ കുട്ടികളെ ഷണ്ഡീകരിക്കുന്നു. ഈ നിലയിൽ മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായും നമ്മുടെ നേതൃത്വം ഈ കാര്യത്തെക്കുറിച്ച് ജാഗരൂകരാണ്. അവരോട് സംസാരിക്കുമ്പോൾ പറയുന്നത് പരമാവധി ഫിത്ന ഒഴിവാക്കാൻ വേണ്ടി നേർക്കുനേരെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുമോ എന്ന് ശ്രമിക്കുക എന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ക്ഷമാപൂർവ്വം നമ്മൾ കാത്തിരിക്കുകയാണ്. അതിന്റെ പിറകിൽ തന്നെ നമ്മളുണ്ട്. ഒരു കാര്യം പറയുകയാണ്, നിങ്ങൾ ആരെന്തൊക്കെ കൂട്ടായ്മ ഉണ്ടാക്കിയാലും ശരി, ആരൊക്കെ ഒത്തുചേർന്ന് ശരി, ഭരണകക്ഷിയുടെയും പ്രതിപക്ഷത്തിനും ഒക്കെ പിന്തുണ നിങ്ങൾ വാങ്ങിയാലും ശരി, ഞങ്ങൾക്ക് അങ്ങനത്തെ പ്രത്യേക രാഷ്ട്രീയമായ അഭിനിവേശമൊന്നുമില്ല. രാഷ്ട്രീയക്കാർ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്, ഞങ്ങളൊക്കെ രാഷ്ട്രീയക്കാരാണ്. പക്ഷെ ഞങ്ങൾക്ക് ദീനാണ് വലുത്, സുന്നത്ത് ജമാഅത്താണ് വലുത്. അത് കഴിഞ്ഞിട്ടേ രാഷ്ട്രീയമുള്ളൂ. സുന്നത്ത് ജമാഅത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി, ദീനിന്റെ സംരക്ഷണത്തിന് വേണ്ടി 1-ാം സ്ഥാനം കൽപ്പിക്കുന്ന ജനലക്ഷങ്ങൾ കേരളത്തിലെ മുസ്ലിം സമൂഹത്തിനിടയിലുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം ഈ പ്രശ്നങ്ങൾ നേർവഴിക്ക് പോകണം, തെറ്റുകൾ തിരുത്തണം. വളരെ വിനീതമായിട്ടാണ് ഞങ്ങളുടെ അപേക്ഷ. ഞങ്ങൾ മോശമായി ഒന്നും സംസാരിക്കുന്നില്ല, ഇതൊരു തുടക്കം മാത്രമാണ്. ഇനി അല്ല, ഇതൊക്കെ അതിജീവിച്ചുകൊണ്ട് വാശി പിടിച്ച് പട്ടിക്കാട് ജാമിഅ നൂർ അറബിക് കോളേജ് ഞങ്ങൾ പിടിച്ചെടുക്കും, ഞങ്ങൾ അങ്ങനത്തെ അധ്യാപകരെ തന്നെ അവിടെ വെക്കും, അധ്യാപകർ കുട്ടികൾക്കിടയിൽ സമസ്തയ്ക്ക് വിരുദ്ധ പ്രചാരണം നടത്തും, സമസ്തയുടെ മക്കളെ നേതാക്കന്മാരെ വളരെ മോശമായി ചിത്രീകരിക്കും, സ്ഥാപനങ്ങൾ പിടിച്ചെടുത്തുകൊണ്ടേയിരിക്കും. ഈ നിലപാടൊക്കെ ആയിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഒരു കാര്യം പറഞ്ഞോട്ടെ, പടച്ച റബ്ബ് തന്റെ ഖുർആനിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവിന്റെ പ്രകാശമാണ് ഈ ദീൻ, അള്ളാഹുവിന്റെ പ്രകാശമാണ് അഹ്ലുസ് സുന്ന വൽ ജമാഅ. ആ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ ആധികാരിക മത പണ്ഡിത സംഘടനയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. ആ പരിശുദ്ധമായ പ്രകാശത്തെ ഊതിക്കെടുത്താൻ ആര് ശ്രമിച്ചാലും ശരി, അത് വിജയിക്കില്ലെന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. പച്ചയായ ഖുർആൻ എന്ന അള്ളാഹുവിന്റെ വചനമാണ്. യുരീദൂന ലിയുത്ഫിഉ നൂറല്ലാഹി ബിഅഫ്വാഹിഹിം വല്ലാഹു മുതിമ്മു നൂരിഹി വലൗ കരിഹൽ കാഫിറൂൻ. അവർ അള്ളാഹുവിന്റെ പ്രകാശം ഊതിക്കെടുത്താൻ ആഗ്രഹിക്കുകയാണ്. അള്ളാഹു ആകട്ടെ തന്റെ പ്രകാശത്തെ ജ്വലിപ്പിച്ചു നിർത്തുക തന്നെ ചെയ്യും. വലൗ കരിഹൽ കാഫിറൂൻ, നിഷേധികൾ അത് അനിഷ്ടപ്പെട്ടാലും ശരി, നിഷേധികൾ അത് വെറുത്താലും ശരി, അള്ളാഹുവിന്റെ ദീനോടെ നിലനിൽക്കും. അള്ളാഹിന്റെ റസൂൽ പറഞ്ഞതാ, അത് അങ്ങനത്തെ നിലനിൽക്കും. അതിന് ഓരോ കാലഘട്ടത്തിലും സംരക്ഷിക്കാൻ ബാധ്യതപ്പെട്ട ആളുകളുണ്ട്. നമ്മുടെ സ്ഥാപനങ്ങളെ ഈ തരത്തിലുള്ള ചില അധ്യാപകന്മാരും കുട്ടികളും പറയുകയാണ്, ഇവരിത് പഠിപ്പിച്ചു കൊടുക്കുന്നത് ഇതല്ലേ, എന്തിനാണ് മുജാഹിദിനെ അങ്ങനെ എതിർക്കണേ, ഈ രാജ്യത്ത് ജമാഅത്തിനെ എന്തിനാണ് എതിർക്കുന്നത്, നമുക്ക് സഹകരിച്ച് പോയാൽ പോരെ എന്ന് പറയുമ്പോൾ അവർ ഇസ്ലാമിക ചരിത്രം പരിശോധിക്കണം, പഠിക്കണം. ഇസ്ലാമിക ചരിത്രം പരിശോധിച്ചാൽ സ്വഹാബത്തും താബിഈകളും താബിഈകളും അവരാണ് സലഫ് സ്വാലിഹീൻ എന്ന സച്ചരിതരായ മുൻഗാമികൾ. അവരാണ് നമ്മുടെ മാതൃക. ഖൈറുൽ ഖുറൂനി ഖർനി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും. ഏറ്റവും നല്ലവർ എൻ്റെ 1-ാം നൂറ്റാണ്ടുകാരാണ്, പിന്നെ 2-ാം നൂറ്റാണ്ടുകാരാണ്, പിന്നെ 3-ാം നൂറ്റാണ്ടുകാരാണെന്ന് അഷ്റഫുൽ ഖൽഖ് നബി മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ആ തങ്ങൾ ഒരു കാര്യം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ആ തങ്ങൾ വളരെ കൃത്യമായി നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്, ഇവരാണ് നല്ലവർ, ഈ 3 തലമുറക്കാർ. ആ തലമുറയിലെ ഓരോ കാലത്തുള്ള ഓരോ പ്രമുഖ പണ്ഡിതരും ബിദ്അത്തുകാരുമായി ഒരു കോംപ്രമൈസും പോകരുത് എന്നാണ് പഠിപ്പിച്ചത്. ഒരാളെങ്കിലും പറയട്ടെ, ബിദ്അത്തുകാരുമായി വിട്ടുവീഴ്ച മനോഭാവം കാണിക്കണമെന്ന് പറഞ്ഞ ഒരു പ്രമുഖനായ സ്വഹാബിയെയോ താബിഴിയോ താബിങ്ങളെയോ അല്ലെങ്കിൽ ഖുർആനിലൊരു വചനത്തെയോ ഒരു ഹദീസിന്റെ വചനത്തെയോ ആർക്കെങ്കിലും കൊണ്ടുവരാൻ സാധിക്കുമോ? അങ്ങനെ ഉണ്ടെങ്കിൽ കാണണമല്ലോ. എവിടെയും കാണാൻ കഴിയില്ല. പ്രമുഖനായ മുഹദ്ദിസും പ്രമുഖനായ ഫഖീഹും താബിങ്ങൾ വളരെ പ്രമുഖനുമായ
മഹാനായ ഇമാം ഔസാഇ റളിയല്ലാഹു അൻഹുവിനോട് ബിദഈ പശ്ചാത്തലത്തിൽ ചോദ്യം ഉന്നയിക്കപ്പെട്ടു. എല്ലാ പണ്ഡിതന്മാരും പറയുന്നത് ബിദഅകളെ മാറ്റി നിർത്തണം, മതനവീകരണവാദികളെ മാറ്റി നിർത്തണമെന്ന്. അപ്പൊ അദ്ദേഹത്തോട് പറയപ്പെട്ടു, ഇവിടെ ഒരു വ്യക്തിത്വമുണ്ട്, ഒരു ഉയർന്ന വ്യക്തിത്വം. അയാൾ പറയുന്നു, അന ഉജാലിസു അഹ്ല സുന്ന വ ഉജാലിസു അഹ്ലൽ ബിദഅ. ഞാൻ സുന്നികളൊപ്പം കൂടും, ബിദഅകളൊപ്പം കൂടും, രണ്ടും സഹകരിച്ചു പോകും, അഡ്ജസ്റ്റ് ചെയ്തു പോകും എന്ന് പറഞ്ഞ ഒരു സുന്നി പണ്ഡിതനുണ്ടെന്ന് പറഞ്ഞു. അദ്ദേഹത്തെ കുറിച്ച് എന്താണ് എന്ന അഭിപ്രായം ചോദിച്ചപ്പോൾ ഇമാം ഔസാഇ റളിയല്ലാഹു അൻഹു മറുപടി പറഞ്ഞു, ഹാദാ റജുലുൻ യുരീദു അൻ യുസാവിയ ബൈനൽ ഹഖ് വൽ ബാത്തിൽ. സത്യവും അസത്യവും തമ്മിൽ കൂട്ടിക്കലർത്താൻ ശ്രമിക്കുന്ന ഒരു വ്യാജനാണ് ഇദ്ദേഹമെന്ന് മഹാനായ ഇമാം ഔസാഇ റളിയല്ലാഹു അൻഹു പറഞ്ഞു. വഹാബി പ്രസ്ഥാനവുമായി കോംപ്രമൈസിന് പോകാൻ പറ്റില്ല, ജമാഅത്തെ ഇസ്ലാമിയുമായി കോംപ്രമൈസിനില്ല, മറ്റ് ബിദഈ പ്രസ്ഥാനങ്ങളും കോംപ്രമൈസിനില്ല. രാഷ്ട്രീയത്തിൽ പൊതുവായ കാര്യങ്ങൾക്ക് വേണ്ടി കൂടിയാലോചിക്കാം, മീറ്റിംഗിൽ കൂടാം എന്നൊക്കെ അല്ലാതെ മഹാനായ ബാഫിഖത്തങ്ങളും പാണക്കാട് പൂക്കോയത്തങ്ങളും ഉൾപ്പെടെയുള്ള നമ്മുടെ പൂർവികരായ ഖായിദ മില്ലത്ത് ഇസ്മായിൽ സാഹിബ് ഉൾപ്പെടെയുള്ള അവർ കാണിച്ചു തന്ന മാതൃകക്കപ്പുറം ശംസുൽ ഉലമയും കണ്ണിയത്ത് ഉസ്താദും ഉൾപ്പെടെയുള്ള അവരൊക്കെ സുന്നിയുടെയും സമസ്തയുടെയും പണ്ഡിതന്മാരായിരുന്നു, നേതാക്കന്മാരായിരുന്നു. അവരൊക്കെ കാണിച്ചതിനപ്പുറം ഈ സങ്കര സംസ്കാരം വളർത്തിയെടുക്കാൻ ആരും ശ്രമിക്കുന്നുണ്ടെങ്കിലും സുന്നി മക്കൾ അതിന്റെ കൂടെ കിട്ടില്ല എന്ന് മാത്രം ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. സല്ലല്ലാഹു